അപ്പോൾ നമുക്ക് ഡി വി അവിടെ തന്നെ തുടങ്ങാം. ഇങ്ങനെയാണ് ഡി വിൻ്റെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാം ഇൻറ്റേർണലായിട്ട് തന്നെയാണ് അവർ വയറിങ് ചെയ്തിട്ടുള്ളത്. എല്ലാം ബോർഡ് വർക്കാണ് വരുന്നത്. ഉള്ളിൽ ബോർഡിലാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വയറിങ്ങൊക്കെ ഉള്ളിൽക്കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സ്വിച്ച് വൺ വേ സ്വിച്ചാണ്. ഇതിൽ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബ്രാൻഡഡ് മാത്രമേ ഉള്ളൂ. മറ്റ് ബ്രാൻഡഡ് ഒന്നുമില്ല, ഒറ്റ ബ്രാൻഡഡ് മാത്രം. കൂടുതലും 1MD അതേപോലെ 2MD ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള 3MD മോഡ്യൂളോ അങ്ങനെ കാര്യങ്ങളൊന്നും സ്വിച്ചിൽ വരുന്നില്ല. ഇതിപ്പോൾ 2MD ആണ് വരുന്നത്. ഇപ്പോൾ ഒരു 2 വേ പോലെ 2 വേക്കും 2 വേ സ്വിച്ചായിട്ടും 1 വേ സ്വിച്ചായിട്ടും വരുന്നുണ്ട്. അതിന് പ്രത്യേക മാർക്കിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ സ്റ്റെയർ കേസിനായിട്ട് 2 വേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇവിടെ 2 വേ സ്വിച്ചിന് 2 മാർക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഇത് അതില്ല. പിന്നെ ബെൽ പുഷൊക്കെ ഇത് വൈഫൈ വഴി കണക്റ്റ് ആകുന്ന ബെൽ പുഷാണ്, അല്ലാതെ ഇത് ഇൻറ്റേർണലായിട്ട് വയറിങ് ചെയ്തിട്ടുള്ളതല്ല. പിന്നെ സീലിംഗ് റോസൊക്കെ ഈ ഒരു രീതിയിലുള്ളതാണ് വരുന്നത്. സീലിംഗ് റോസിൻ്റെ ഉള്ളിലൊരു പ്രത്യേക രീതിയിലുള്ള ജോയിൻ്റാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കൂടുതലൊന്നും പോയിൻറ്റുകൾ ഇരുന്നില്ല. അടുക്കളയിൽ ആകെ ഒരു ഒറ്റ ലൈറ്റിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ വലിച്ചു വാരി പോയിൻ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. ഒറ്റ ഒരു ട്യൂബ് ലൈറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പവർ പ്ലഗ് വന്നിട്ടുണ്ട്. ഫ്യൂസോട് കൂടിയ ഒറ്റ ഒരു ബോക്സാണ് വരുന്നത്. അത് വാഷിംഗ് മെഷീനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഹീറ്റർ, സെൻട്രൽ ഹീറ്റിങ്ങിൻ്റെ ആയിട്ട് ഇവിടെ ഒരു 4MD വരെ വരും. പിന്നെ ഇത് ഹീറ്ററിന് വേണ്ടിയിട്ടുള്ളതാണിത്, സെൻട്രൽ ഹീറ്റിംഗ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പം ഈ കുക്കിങ്ങിന് വേണ്ടി സ്റ്റൗവിലേക്ക് വേണ്ടി ഇതൊരു കേസായിട്ട് ഒരു ഒറ്റ ഇതിൽ വരുന്നതാണ്. കുക്കറിൻ്റെ ഒരു പവർ കൊടുക്കാൻ വേണ്ടി. അതേപോലെ അതിനോട് ചേർന്നൊരു 20 ആംപിയറിൻ്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഓവന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രിഡ്ജിന് വേണ്ടി ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഇത്രയും പോയിൻറ്റുകൾ മാത്രമേ ഉള്ളൂ അടുക്കളയിൽ. ഇത്രയും പോയിൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഹാളിലേക്ക് പോയി നോക്കാം. ഹാളിൽ പറഞ്ഞ പോലെ 2 ലൈറ്റിൻ്റെ പോയിൻ്റ് മാത്രമുണ്ട്. ഹാളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഹാളിൽ എന്തോരം പോയിൻറ്റുകളായിരിക്കും വരുന്നത്. ഇവിടെ ആകെ 2 പോയിൻ്റ് ഉണ്ട്. വലിച്ചു വാരി ഒരു പോയിൻറ്റും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ ഭിത്തികളിലൊന്നും ഒരു പോയിൻ്റ് വരുന്നില്ല. സീലിങ്ങിൽ മാത്രമാണ് പോയിൻ്റ് വരുന്നത്. ഇത് സെൻട്രൽ ഹീറ്ററിൻ്റെ അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നതാണത്. പിന്നെ നിലത്തുനിന്ന് ഒരടി വിട്ടിട്ട് സോക്കറ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒരടി വിട്ടിട്ട് അതെന്താ വെച്ചാൽ നമ്മൾ നിലമൊക്കെ കാർപ്പറ്റ് ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ വാക്യൂം ക്ലീനർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിച്ച് ഇങ്ങനെ സോക്കറ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 20ൻ്റെ ഒരു പവർ പ്ലഗ് ഇങ്ങനെ കൊടുത്തു പോകുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന 2 സോക്കറ്റുകൾ വരുന്നത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നമ്മൾ മുകളിലെ സ്റ്റെയർ കയറി പോയി നോക്കാം. ഈ സ്റ്റെയർ കേസിന് ഒരു 2 വേ കൺട്രോൾ ഉണ്ട്. ബെഡ്റൂമിൽ 2 വേ കൺട്രോൾ ഇല്ല. ബെഡ്റൂമിലൊന്നും 2 വേ കൺട്രോൾ കൊടുക്കുന്നില്ല. ഇതിപ്പോൾ ഒരു ബെഡ്റൂമിൽ ആകെയുള്ള ഒരു ബൾബ് മാത്രമാണ്, ഒറ്റ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഇത് ബെഡ് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. നമ്മുടെ നാട്ടിൽ മാത്രമാണ് 2 വേ സ്വിച്ച് കിടക്കുന്നതിൻ്റെ അവിടെ ഒരു സ്വിച്ചും എല്ലാം നമ്മൾ കൊടുക്കുന്നുള്ളത്. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇത് പുറത്തേക്കുള്ള സ്വിച്ചാണ്. പുറത്ത് 2 ലൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ സ്വിച്ചുകളാണ്. പിന്നെ ബാത്റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ നമുക്ക് സ്വിച്ച് ഓണാക്കി എല്ലാം നമ്മൾ ഈ റോപ്പ് വലിക്കുക, അങ്ങനെ നൂലയിൽ കെട്ടി വലിക്കുന്ന സ്വിച്ചുകളാണുള്ളത്. വലിക്കുമ്പോൾ ബൾബ് ഓണാവും, ഓഫാകുന്ന സൈസ് സ്വിച്ചുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം ഷോക്ക് അടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ എക്സോസ്റ്റ് ഫാനിലും ഇതേപോലെ നമ്മൾ വള്ളിയിൽ വലിക്കുമ്പോൾ സ്വിച്ച് ഓണാകുന്ന രീതിയിലുള്ള സ്വിച്ചുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഷേവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സോക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിനും സ്വിച്ച് അവർ കൊടുക്കത്തില്ല. ഞാൻ ഇതാണ് ഷേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ സ്വിച്ച് ഉണ്ടാകത്തില്ല, നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഉള്ള ഒരു ഇതും ബാത്റൂമിൽ കൊടുക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓരോ റൂമിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഈ ഒരു രീതിയിലുള്ള വളരെ ലളിതമായ വയറിങ് മാത്രമേ ഉള്ളൂ.
എല്ലാ വീടും ഈ ഒരു രീതിയിൽ മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് ചെയ്താൽ മാത്രമേ ഇവിടെ വീടിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി, പേപ്പർ വർക്ക്സൊക്കെ റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതി മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.